ഭാവിയുടെ വാഗ്ദാനം കോറോസിങ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ കോറോസിങ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടൊരു വീഡിയോ കാണുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ എന്തായാലും ഭാവിയുടെ വാഗ്ദാനം എന്നാണ് പലരും കോറോസിങ്ങിനെ പറയുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ എല്ലാ വീഡിയോയും പലതിലും ഇപ്പോൾ നോവാസതയെക്കുറിച്ചാണെങ്കിലും കോച്ചുമാരെ കുറിച്ചാണെങ്കിലും ഞാൻ നെഗറ്റീവ് വീഡിയോസ് ചെയ്യും. അതായത് ദുസാൻ ലെഗേറ്ററിനെ കുറിച്ച് വരെ ഞാൻ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്ത് അത് നമ്മുടെ ഒരു ഫാക്റ്റ് ബേസ് ചെയ്താണ് നെഗറ്റീവ് വീഡിയോസ് ചെയ്യുന്നത്. പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് അവരുടെ പോരായ്മയെ നമ്മൾ പറയണം. എന്തായാലും കോറോസിങ് ഇതൊരു നെഗറ്റീവ് വീഡിയോ അല്ല. കോറോസിങ്ങിനെ കുറിച്ച് എന്തായാലും ഞാൻ നെഗറ്റീവ് വീഡിയോ ചെയ്യില്ല. ഇതിൻ്റെ ഏജ് 18 ഉള്ളൂ. അദ്ദേഹം കളിക്കുന്ന ആ ഒരു കളി എന്ന് പറയുന്നത് വളരെ മികച്ചൊരു കളിയാണ്. സോ ഒരിക്കലും കോറോസിങ്ങിനെ കുറിച്ച് നമുക്കൊരു നെഗറ്റീവ് വീഡിയോ ചെയ്യാൻ പറ്റും. ബട്ട് ഇന്നത്തെ കോറോസിങ്ങിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതിന് 5.9 സ്റ്റാറാണ് ലഭിച്ചത്. അത് ഒരു എന്താ പറയുക ഒരു ആവറേജ് താഴെയുള്ളൊരു പെർഫോമൻസാണ് 5.9 സ്റ്റാർ എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചിൽ ആർക്കും ഇല്ല. കോറോസിങ്ങിനാണെന്ന് തോന്നുന്നു ഏറ്റവും ഒരു കുറഞ്ഞ സ്റ്റാർ റേറ്റിംഗ് വന്നിരിക്കുന്നത് 5.9 സ്റ്റാർ എന്നുള്ള. ബട്ട് സ്റ്റിൽ എനിക്ക് ഇന്നത്തെ മാച്ചിൽ കോറോസിങ് എഫക്റ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. അദ്ദേഹത്തിന് ആ ഒരു ഗോൾ സേവ് ചെയ്യായിരുന്നു. ബട്ട് അദ്ദേഹം വിചാരിച്ചു ആ ഒരു പൊസിഷനെ അത് സേവ് ചെയ്താൽ ശരിയാകില്ല. കാരണം അതൊരു ഇന്നാക്കുറേറ്റ് പൊസിഷൻ, അത് നിൽക്കുന്നതന്നെ നമുക്കറിയാം. അത് അദ്ദേഹം ഒന്ന് സ്പേസ് വിട്ടിട്ട് അല്ലാത്ത രീതിയിൽ ആ ഒരു സൈഡിലേക്ക് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് ആ ഒരു ബോളിൻ്റെ സ്പീഡും കൂടി ഗോൾ പോസ്റ്റ് കുറച്ചുകൂടെ അങ്ങ് അടുത്ത് വായിപ്പോയി. അതൊരു വലിയ പ്രശ്നമായിപ്പോയി. സോ അതാണ് ആ ഒരു ഗോളിലേക്ക് വരാൻ ഉള്ള കാരണം എന്ന് പറയുന്നത്. അല്ലാതെ കോറോസിങ്ങിന് അവിടെ വലിയൊരു പ്രശ്നം വേണമെങ്കിൽ അദ്ദേഹത്തിന് സേവ് ചെയ്യായിരുന്നു. ബട്ട് അത് നമ്മളാണെങ്കിൽ പോലും ആ ഒരു പൊസിഷനിങ്ങും അതുപോലെ തന്നെ ഒരു ഇൻബാലൻസിൻ്റെയൊക്കെ പ്രശ്നമാണ് എന്ന് തന്നെ പറയണം. പിന്നെ ഒരു 18-ാം വയസ്സിൽ അദ്ദേഹം കഴിഞ്ഞ കളി കളിച്ച ആ ഒരു ഇത് വെച്ച് നമ്മൾ അദ്ദേഹത്തിന് ഈ ഒരു കളി മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവുകയില്ല. സോ എന്തായാലും കോറോസിങ് ഈ ഒരു കളി മോശമായിട്ട് കളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ഒരു അണ്ടർ റേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല. പിന്നെ അനാവശ്യമായിട്ട് എന്താ പറയുക പുഷിങ് കോറോസിങ് എടുത്തിട്ടാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ കരോലിസിൻ്റെയും അതുപോലെ തന്നെ അഭിചാറ്റ് ഇൻ്റർവ്യൂ ആണ്. അത് പറഞ്ഞു കരോലിസ് പറയും അടുത്ത നെക്സ്റ്റ് ബിഗ് ടാലൻ്റാണ് കോറോസിങ് എന്നൊക്കെ. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റ് നടത്തി ജീക്സന് പകരക്കാരനെ ഫ്രെഡി ഇന്ന് കാണിച്ച പരിപാടിയൊക്കെ അറിയാം. 3-4 മിസ് പാസ്. അത് ഡിഫെൻസീവ് എന്തോ ഇതൊക്കെ കൊണ്ടാണ് രക്ഷപ്പെട്ടു പോയത്. ഭാഗ്യം കൊണ്ടൊക്കെയാണ് രക്ഷപ്പെട്ടു പോയത്. സോ എന്തായാലും നമ്മൾ പ്ലേയേഴ്സിനെ പൊക്കി പറയുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. അവർ ബ്ലണ്ടർ കളിയായിരിക്കും കളിക്കുന്നത്. കോൺഫിഡൻസും കൂടി ബ്ലണ്ടർ കളി കളിക്കും. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.